പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പച്ചപ്പുകളുടെ പലവീസയായിരുന്നു വയനാട്. ശുദ്ധവും പ്രാകൃതവും മോഹിപ്പിക്കുന്നതുമായ ഈ ഭൂമി ചരിത്രവും സംസ്കാരവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ 2024 ജൂലൈ 30 മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലേക്ക് ആ ദുരന്തം ഒഴുകിയെത്തി. ഒരു രാവും പകലും തോരാതെ രൗദ്രഭാവത്തിൽ താണ്ഡവമാടിയ മഴയും പിന്നാലെ ഭൂമിയുടെ പൊട്ടിത്തെറിയും കൊണ്ട് സുന്ദരമായ ഒരു നാടിനെ ഒറ്റ രാത്രി കൊണ്ട് മരണത്തിന്റെ താഴ്വരയാക്കി മാറ്റി. സുന്ദരമായ ചാലിയാർ പുഴ മൃതദേഹവാഹിനിയായി. പ്രകൃതിയുടെ ഈ താണ്ഡവത്തിൽ പൊലിഞ്ഞത് 231 ജീവനുകളാണ്. 62 കുടുംബങ്ങൾ ഒരാൾ പോലും ബാക്കിയാവാതെ പൂർണ്ണമായി നാമാവശേഷമായി. ഇതാ നിങ്ങളുടെ മുൻപിലേക്ക് വയനാടിന്റെ കഥയുമായി ഞങ്ങൾ എത്തുന്നു. ഞാൻ വയനാട് ജില്ലയിലെ ചൂരൽമല എന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു. എനിക്ക് അച്ഛനും അമ്മയും കുഞ്ഞനുജനും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. അന്നത്തെ ആ ദുരന്തത്തിൽ എല്ലാവരും എനിക്ക് നഷ്ടമായി. വിശേഷങ്ങളും ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ അമ്മയോടായിരുന്നു. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതും അമ്മയായിരുന്നു. എനിക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്.
ഒരുപാട് ഭംഗിയുള്ള പൂക്കളും ചിത്രശലഭങ്ങളും മലകളും പുഴകളും നിറഞ്ഞതായിരുന്നു എൻ്റെ ഗ്രാമം. നിങ്ങൾക്ക് പൂക്കൾ ഇഷ്ടമാണോ? എനിക്ക് എന്ത് ഇഷ്ടമെന്നറിയാമോ? അവയുടെ സുഗന്ധം, ആഹാ, എന്ത് രസമാണ് അവ വിടർന്നു നിൽക്കുന്നത് കാണാനും. പൂക്കൾ അതൊരു അതിശയമാണ്. ഒളിന്തിരിക്കും കനിക്കൂട്ടം അതിശയം, പാട്ട് കൊച്ചിയുടമ്പിൽ ഓവിയങ്ങൾ അതിശയം, തുണை செல்லும் காற்று வெள்ளிசையாதல் அதிசயம், குருநாதரில்லாத குயில் பாட்டு அதிசயம், அதிசயமே அசந்து போகும் நீ எந்த அதிசயம்.